നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഉടനെ വരുന്ന ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് എന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിന്ന് എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ നിങ്ങൾ കുറേ പേരെങ്കിലും ഒരുപാട് തവണ നിങ്ങൾ ഈ ഒരു ചിലപ്പോൾ ഒരു സെപ്പറേഷനൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുന്ന ആ ഒരു സമയം തൊട്ടേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നിരിക്കാം. സോ അതിൻ്റെയൊക്കെ ഒരു ഫലം എന്നോണം നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ ഒരുപാട് പേര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കൂടുതലായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു കാര്യമൊക്കെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഇനി അധിക താമസം ഇല്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾ ഈ ഒരു മൊമെന്റിൽ എന്തിനു വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നുള്ള ഒരു എനർജിയാണ്. ആദ്യം കിട്ടിയിട്ടുള്ള ഒരു കാർഡായിരുന്നു ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് എന്നുള്ളൊരു കാർഡായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കാർഡിന്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം അത് സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയുള്ള അത്തരം ഒരു എനർജിയാണ് ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് എന്നുള്ള ഒരു കാർഡിന്റെ എനർജി ആയിട്ട് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറായി വരുന്ന അത്തരം ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട്, അത്തരം നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഇനി ഒരു ഡിസിഷൻ എന്തായാലും എടുക്കണം എന്ന് തന്നെയാണെങ്കിലും ഒരു ഡിസിഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹാർമണി എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ കണക്ഷൻ ഇപ്പോഴും വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു സെപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു നോക്കണ സിറ്റുവേഷൻ കുറേ അധികം നാളായിട്ട് നീണ്ടു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയനുള്ള പോസിബിലിറ്റി ഒരുപാട് കൂടുതലാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ഒരു സാധ്യത തന്നെയാണ് ഈ ഒരു കാർഡിന്റെ എനർജിയിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്. കാരണം ഒരു റീയൂണിയനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവുന്നതായിരിക്കും എന്ന് പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കണക്ഷൻ വർക്കിംഗ് ആണ്. സെപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ നിങ്ങൾ അവരെയും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മൗനത്തിലാണെങ്കിൽ കൂടിയും ആ ഒരു സൈലൻസിന്റെ മീനിങ് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സോ അത്രയധികം നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ നിങ്ങൾ ഒരു കണക്ഷൻ പലപ്പോഴും ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൂടുതലും ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ കൂടുതൽ പേരും. അതുപോലെ തന്നെ നിങ്ങൾ കുറേ പേര് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാളായിട്ടും ഈ ഒരു സെപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. കുറേയെങ്കിലും നിങ്ങൾ ചില സമയത്ത് ഇനി ഒരിക്കലും കുറേയൊക്കെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്നത് ഇനി ഒരു എക്സ്പെക്ടേഷൻ വെക്കണം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു റീബർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഒരു പ്രതീക്ഷയോട് കൂടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ അതിനൊരു മാറ്റം വരുന്നുണ്ടെന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഡെസ്റ്റിനി എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് ഇനി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചത്, ഏത് രീതിയിലാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സന്തോഷത്തോടു കൂടി ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചത്, ആ ഒരു കാര്യം പോസിബിൾ ആവാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പവർ എന്നൊരു കാർഡായിരുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു പവർ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരുപാട് സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരുപാട് നാളത്തെ ഒരു സെപ്പറേഷനൊക്കെ ശേഷം നിങ്ങൾ ഇപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് തന്നെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. എങ്ങനെ ഇതൊന്ന് ബിൽഡപ്പ് ചെയ്ത്, അല്ലെങ്കിൽ എങ്ങനെ ഇത് വീണ്ടും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക്, എനർജി ഉള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ. പക്ഷെ എന്നിരുന്നാലും ഒരു പവർ, അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു മാറ്റം സംഭവിക്കാൻ പാകത്തിനായിട്ടുള്ള ഒരു അവസരം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മേ ബി കുറച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാമിലി സപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തവരാണെങ്കിലോ ഒക്കെ തന്നെ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഫിനാൻഷ്യലി ചിലപ്പോൾ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് താമസമുള്ളവരാണ്, അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ഒരു കാലതാമസം വന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കരിയറിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് പോലെ വരുന്നത്. സോ അതുവഴി നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് എന്താണോ തടസ്സമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്, ആ ഒരു കാര്യത്തിനൊക്കെ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. സോ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ വരുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്.
നെക്സ്റ്റ് ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നത് വിസ്ഡം എന്നൊരു കാർഡായിരുന്നു. ഈ ഒരു കാർഡിനെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം കൂടുതലും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു തോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അതേ സ്ട്രെങ്തിൽ തന്നെ അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് അവർക്കിപ്പോൾ ഒരു ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അവരത്ര ആ ഒരു രീതിയിൽ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ആ ഒരു കാർഡിൻ്റെ എനർജിയിൽ നിന്ന് പോലും മനസ്സിലാവുന്നത്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെയൊക്കെ ഫലം എന്നോണം ഈ ഒരു സമയത്ത് ഒരു ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ ഒരു എനർജി കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, ഇനി ഇതാകുമോ. എന്നാലും നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ഓക്കെ ആവുമെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും മനസ്സുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾ ഒരുപാട് ഇമോഷണലി ഒക്കെ ഒരുപാട് ചിലപ്പോൾ തകർന്നു പോയിട്ടുള്ള തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കും. ഇപ്പൊ കുറച്ചൊക്കെ നിങ്ങൾ ഓക്കെ ആയി വരുന്നുണ്ടാവാം. എന്നിരുന്നാലും ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ ഒരു മാറ്റം വരുന്നുണ്ടെന്ന് തന്നെയാണ് ഇവിടെ ഓവറോൾ റീഡിങ്ങിൽ നോക്കുമ്പോൾ കിട്ടുന്നത്. കാരണം ഒരു ചേഞ്ച് ആണ് വരുന്നത്. ഇപ്പോൾ പവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിസ്ഡം കാർഡ് ആയിക്കോട്ടെ ഒക്കെ തന്നെ ഒരു ചേഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും എല്ലാ കാലവും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അധിക നാൾ നീണ്ടും ഒരുപാട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ നിൽക്കില്ലല്ലോ. ഒരു മാറ്റം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സങ്കടങ്ങളും നിങ്ങൾ പാസ്റ്റിലുള്ള കാര്യത്തിലൊന്നും തന്നെ ക്ലിങ് ചെയ്ത് കിടക്കാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആ ഒരു സാഹചര്യത്തിൻ്റെ ഒരു ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നിങ്ങൾ പല സാഹചര്യങ്ങൾ വന്നിട്ട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ പറഞ്ഞ് അങ്ങനെ പിണങ്ങി പോയവരുണ്ടായിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഓർത്ത് നിങ്ങൾ വീണ്ടും വിഷമിക്കാണ്ടിരിക്കുക, ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി കുറേ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്താനും ഒന്ന് ഓക്കെ ആവാനും ഒക്കെ തന്നെ മെൻ്റലി ഫിസിക്കലി ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനിവിടെ ക്ലാരിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന 2 കാർഡ്സ് ആണ്. ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്ന 2 കാർഡ്സ് ആണ്. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് ആൻഡ് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് എന്നുള്ള 2 കാർഡ്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതുവരെ ഒരു അടിസ്ഥാനം ഇല്ലാതിരുന്നൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി ഇത് ഒരുപാട് ചിലപ്പോൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. റിയൂൺ പോസിബിൾ ആവണമെന്ന് നിങ്ങളായിക്കോട്ടെ ഒക്കെ ആഗ്രഹിക്കുമ്പോൾ അതിന് മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ കാണുമായിരിക്കാം. പല രീതിയിലുള്ള തടസ്സങ്ങളായിരിക്കാം. അതിനൊക്കെ തന്നെ മാറ്റം വന്ന് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവാൻ പോകുന്നു. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. കാരണം അത്രയധികം ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. സോ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് വേണം കാണാനും കേൾക്കാനും ഒക്കെ. നിങ്ങൾ ഒരു വിശ്വാസത്തോടു കൂടി കാണുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ റീഡിംഗ് ഇന്ന് കിട്ടിയിട്ടുള്ള റീഡിംഗ് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സാണ് കിട്ടിയിട്ടുള്ളതൊക്കെ തന്നെ ഒരു ചേഞ്ച് വരുന്നത് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ കിട്ടുന്നത്.